ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ Sreelatha Jayachandran. നമ്മൾ ഇന്ന് അടുത്ത ടോപ്പിക്കായിട്ട് വന്നേക്കുവാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പെർഫോമൻസ് അനാലിസിസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് കോംപ്ലക്സിറ്റി പ്ലസ് ടൈം കോംപ്ലക്സിറ്റിയാണ് പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ടൈം കോംപ്ലക്സിറ്റിയാണ്. അപ്പോൾ ഈ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അൽഗോരിതം എഴുതുന്ന സമയത്ത് ഇതിന്റെ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് അത് വെച്ചിട്ടാണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മളൊരു നല്ലൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്, ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മിനിമം മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കുക, അതുപോലെ മിനിമം പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അതിന്റെ സ്പേസ് കുറയ്ക്കുക. അതുപോലെ തന്നെ മിനിമൈസ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണ്? ഇൻസ്ട്രക്ഷൻസ്, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മിനിമൈസ് ചെയ്യുക അല്ലെ. അതാണ് നല്ല ലോജിക് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ലോജിക് എന്ന് പറയുന്നത് ഈ റൂൾ അനുസരിച്ചിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് എന്നതിനെ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ കൗണ്ട് ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതാണ്? കമന്റ് ലൈൻ നമുക്കിവിടെ കൗണ്ട് ചെയ്യേണ്ട. കാരണം കമന്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടബിൾ അല്ല അല്ലെ. എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്ക് കൗണ്ട് ചെയ്താൽ മതി അല്ലെ. അപ്പൊ കമന്റ് ലൈൻ നമ്മളിവിടെ കൗണ്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൗണ്ട് 1 ആയിരിക്കും. അതുപോലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൗണ്ട് 1 ആയിരിക്കും. പിന്നെ കോൺസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം. കോൺസ്റ്റൻസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കമ്പൈൽ ടൈം പ്ലസ് റൺ ടൈം ആണ്. ഓക്കെ, കമ്പൈൽ ടൈം പ്ലസ് റൺ ടൈം ആണ്. പക്ഷെ നമ്മൾ കമ്പൈൽ ടൈം ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, നമ്മൾ ഒരു പ്രാവശ്യം അത് എറർ കറക്റ്റ് ചെയ്ത് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കമ്പൈൽ ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റൺ ടൈം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ റൺ ടൈമിൽ നമ്മൾ എത്ര സ്റ്റെപ്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ്, അതായത് റെപ്പറ്റീഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു അൽഗോരിതം എഴുതിയിട്ടുണ്ട്. അതിന് ഒരു സിമ്പിൾ ഒരു അൽഗോരിതം അല്ലേ. അതായത് ഇവിടെ അൽഗോരിതം ABC ബ്രാക്കറ്റിനകത്ത് A,B,C എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാൽക്കുലേഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫംഗ്ഷൻ ഹെഡറും നമുക്ക് കൗണ്ട് ചെയ്യണ്ട. ഓക്കെ, ഫംഗ്ഷൻ ഹെഡർ കൗണ്ടറിൽ വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇതിന് കൗണ്ട് ഇല്ല, മനസ്സിലായില്ലേ. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിട്ടേൺ ആണ്. റിട്ടേൺ എന്ന് പറയുമ്പോൾ റിട്ടേൺ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു കാൽക്കുലേഷൻ അല്ലേ. അപ്പം നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് കൗണ്ട് എത്രയായിട്ട് കൊടുക്കണം? 1 ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതില് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഒരു കൗണ്ട് കൊടുത്തു. പിന്നെ വരുന്ന കാൽക്കുലേഷൻ ആണ്. അപ്പൊ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് പറയേണ്ട ഒരു കാര്യമില്ല, ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൂടെ അത് വരുന്നത്, മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ എന്താണ് വന്നിരിക്കുന്ന കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. വേറെ സ്റ്റെപ്പ് ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ കൗണ്ട് എത്രയാണ്? 1 ആണ്, മനസ്സിലായോ. അപ്പൊ ഇവിടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, ടൈം കോംപ്ലക്സിറ്റി ഡിനോട്ട് ചെയ്യുന്നത് T(n) വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. T(n) എത്രയാ? 1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ ഇത്? നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം. കാരണം ലൂപ്പ് അല്ലേ, എത്ര ടൈംസ്, മോർ ദാൻ 1 ടൈംസ് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും അല്ലേ. അപ്പൊ അത് നമ്മളത് കൺസിഡർ ചെയ്യണം അല്ലേ. എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. A,B ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ A,n ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ A,n ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? സം ആണ്, മനസ്സിലായോ. അതായത് ഒരു അറേക്കകത്ത്, A എന്ന് പറയുന്ന ഒരു അറയാണ്, അറേക്കകത്ത് എന്താണ് എല്ലാ എലമെന്റ്സും എടുത്തിട്ട് സം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിഗിനിങ്ങിൽ S എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. S=0 കൊടുത്തു. S=0 കൊടുത്തിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? for I = 1 to n അല്ലെ, 1 to n വരെ വേരി ചെയ്യാൻ പറഞ്ഞു. S = S plus A of I അല്ലെ.
അത് കഴിഞ്ഞിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്ത ശേഷം റിട്ടേൺ എസ് പറഞ്ഞു ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇവിടെ എന്താണ് കൗണ്ട് 1 കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തായിട്ട് ഇവിടെ എന്താണ് i is equal to 1 to n പറയുന്നത് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ എന്താണ് ഈ അസൈൻ വാല്യൂ അസൈൻ ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് വരുവാണല്ലേ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം, കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 കൊടുത്തു. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് s is equal to s plus a of i എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇത് വീണ്ടും ഇവിടെ എന്താണ് കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 പറഞ്ഞു. ഓക്കെ, പിന്നെ ഇതിന് ശേഷം എന്താണ് നമ്മൾ ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഫോൾസ് ആവുന്ന സമയത്താണ് ഇത് എക്സിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഫോൾസ് ആവുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ഇത് പറഞ്ഞത് ഇവിടെയാണ്, ലൂപ്പിനകത്താണ്. ഇവിടെ നമ്മൾ എന്താണ് അഗൈൻ ഒരു കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് ഇവിടെ നമ്മൾ പറയണം. കണ്ടോ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 അല്ലേ. നമ്മൾ പറഞ്ഞു റിട്ടേണിനും അസൈൻമെന്റിനും ഒക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ഒരു കൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പം ഇവിടെ എന്തൊക്കെ ചെയ്തേക്കുന്നത്, ഇവിടെ ഫസ്റ്റ് ഇനിഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് കൊടുത്തു. ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കൗണ്ട് കൊടുത്തു. അതിനുശേഷം എസ് is equal to ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു കൗണ്ട് കൊടുത്തു. ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൗണ്ട് കൊടുത്തു. ഓക്കെ, അതെന്തിനാണ്, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നത് അല്ലേ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് ലൂപ്പിന് പുറത്ത് വരുന്നത്. അപ്പൊ അവിടെ ഒരു കാൽക്കുലേഷൻ അവിടെ ഒരു സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ ഒരു കൗണ്ട് കൊടുത്തു. അതിനുശേഷം റിട്ടേണിന് ഒരു കൗണ്ട് കൊടുത്തു അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഈ പോർഷൻ, അതായത് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. കാരണം അവിടെ സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അവിടെ നോക്കണം. അപ്പൊ ഇവിടെ എത്ര ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, n ടൈംസ് ആണ്. എന്നിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ 2 ടൈംസ് വർക്ക് ചെയ്യും, 5 ആണെങ്കിൽ 5 ടൈംസ് വർക്ക് ചെയ്യും അല്ലെ, 10 ആണെങ്കിൽ 10 ടൈംസ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. അപ്പൊ ഇത് ഈ 2 കൗണ്ട് അല്ലെ, ഈ 2 കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്, 2n ആയിരിക്കും. ഓക്കെ, 2n ആയിരിക്കും ഇതിന്റെ ഈ ലൂപ്പിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇനി നമ്മൾ എല്ലാം കൂടെ നോക്കുമ്പോൾ എങ്ങനെ വരും, ഇതല്ലാതെ ഈ 2n അല്ലാതെ എത്ര ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇതൊന്നുണ്ട്, ഇതൊന്നുണ്ട് അല്ലെ. ഇപ്പൊ 3 ആയി അല്ലെ. അപ്പൊ ഇവിടെ t of n എന്ന് പറഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. t of n ഈക്വൽ ടു എത്ര പറയാം, 2n പ്ലസ് ബാക്കി 3 എണ്ണം 3. കണ്ടോ, 2n പ്ലസ് 3. അതാണ് ഈ ഒരു അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? എല്ലാത്തിനും സെയിം അല്ല. നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് സ്റ്റെപ്സ് നമ്മൾ കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത്, അതനുസരിച്ചിട്ട് ഓരോ പ്രോഗ്രാമിന്റെയും അല്ലെങ്കിൽ ഓരോ അൽഗോരിതത്തിന്റെയും ടൈം കോംപ്ലക്സിറ്റി വേരി ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ലൂപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ 2 ലൂപ്പ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഇന്നർ ലൂപ്പ് അല്ലേ. ഈ ഫോർ ലൂപ്പിനകത്ത് ഔട്ടർ ലൂപ്പിനകത്ത് നിന്ന് ഒരു പ്രാവശ്യം കയറി കഴിയുമ്പോൾ ഇന്നർ ലൂപ്പ് എത്ര ടൈംസ് വർക്ക് ചെയ്യും, n ടൈംസ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് m വേരി ചെയ്തിട്ട് വീണ്ടും ഇത് n ടൈംസ് വർക്ക് ചെയ്യും അല്ലെ. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇവിടെ ഫസ്റ്റില് ഇവിടെ കയറുന്ന സമയത്ത്, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കയറുന്ന സമയത്ത് ഇവിടെ ഒരു കൗണ്ട് കൊടുക്കണം അല്ലെ. കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഫോർ ലൂപ്പിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇവിടെ വന്നിട്ട് ഈ ഫോർ ലൂപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കൗണ്ട് കൊടുക്കണം. ഓക്കെ, കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കൗണ്ട് കൊടുക്കണം. കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 പറഞ്ഞു അല്ലെ. ഈ ലൂപ്പ് ഇത്ര ടൈംസ് വർക്ക് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, വീണ്ടും ഒരു കൗണ്ട് കൊടുക്കണം. കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 പറഞ്ഞു അല്ലെ. എന്നിട്ട് വീണ്ടും ഇവിടെ പോയി ഇവിടെ ഏറ്റവും ഒടുവില് നമ്മൾ ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, വീണ്ടും ഒരു കൗണ്ട് വരും അല്ലെ. കൗണ്ട് is equal to കൗണ്ട് പ്ലസ് 1 വരും. മനസ്സിലായോ? അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും ടൈംസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ഈ 2 കൗണ്ട് ഇല്ലേ, ഈ 2 കൗണ്ട് എത്ര ടൈംസ് ആണ് വർക്ക് ചെയ്യുന്നത്, n ടൈംസ് ആണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത് എന്താണ് 2n. ഓക്കെ,
അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഈ രണ്ട് കൗണ്ട് എത്രയാണ് n ടൈംസ് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ഫോർ ലൂപ്പ് ഉണ്ട് അല്ലെ, ഈ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ വരുന്ന സംഭവം എന്ന് പറയുന്നത് ഈ രണ്ട് കൗണ്ടും കൂടെ അതിനകത്ത് വരും അല്ലെ. ഈ കൗണ്ടും ഈ ഔട്ടർ ഫോർ ലൂപ്പിനകത്താണ് വരുന്നത്. പിന്നെ ഏതുണ്ട്, ഈ 2n ഉണ്ട്. മനസ്സിലായോ? ഈ രണ്ട് കൗണ്ടും പിന്നെ ഏതാണ്, ഈ 2n വരണം അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ വരിക, ഈ രണ്ട് കൗണ്ട് നമ്മൾ എടുക്കണം അല്ലെ, അത് പ്ലസ് ഈ 2n. അപ്പൊ എങ്ങനെ എടുക്കാം, 2n പ്ലസ് 2 എത്ര ടൈംസ്, m ടൈംസ്. മനസ്സിലായോ? 2n പ്ലസ് 2 എത്ര ടൈംസ് ആണ്, m ടൈംസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ ഇതിലിപ്പോ എടുക്കാതിരിക്കുന്നത് ഈ ഔട്ടർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒരു കൗണ്ട് ഇവിടെ വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ എടുക്കും, ഇവിടെ ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് എടുക്കാം, t of n ഈക്വൽ ടു 2n പ്ലസ് 2 ഇൻറ്റു m പ്ലസ് 1. മനസ്സിലായോ? അപ്പൊ എങ്ങനെ എടുക്കാം, ഇവിടെ ഇതിനങ്ങനെ എഴുതാം, 2mn പ്ലസ് 2m പ്ലസ് 1. അതാണ് ഈ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇത് നമുക്ക് മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ടൈം കോംപ്ലക്സിറ്റി ആയാലും അതെ, സ്പേസ് കോംപ്ലക്സിറ്റി ആയാലും അതെ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സമ്മാണ് നമുക്ക് ഏത് വരുന്നത്, പെർഫോമൻസ് അനാലിസിസ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം, ഒരു പെർഫെക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് മെമ്മറി യൂസ് ചെയ്യുക, അതുപോലെ മിനിമം ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. ആവശ്യമുള്ളതൊന്നും കട്ട് ചെയ്യാനും പറ്റില്ല അല്ലേ. നമുക്ക് വേണമെന്നുള്ള മെമ്മറിയും കട്ട് ചെയ്യാൻ പറ്റില്ല, വേണമെന്നുള്ള ഇൻസ്ട്രക്ഷനും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്തൊരു പ്രോഗ്രാം എഴുതാം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പെർഫോമൻസ് അനാലിസിസ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാനും തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമന്റ് ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.